ഹലോ എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് വലിയൊരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഷോപ്പിംഗ് ഒന്നുമില്ല. അപ്പം ഞങ്ങൾ ആദ്യം പോയിട്ടുണ്ടായിരുന്ന ദയ്യർ ഷോപ്പിലേക്കായിരുന്നു കേട്ടോ. ദർബാർ കളക്ഷൻ എന്നായിരുന്നു ഇതിൻ്റെ പേര്. ഇത് നമ്മുടെ കുർത്തയൊക്കെ കിട്ടുന്ന കുർത്തയുടെയൊക്കെ ക്ലോത്ത് കിട്ടുന്ന ഒരു ചെറിയൊരു ഷോപ്പാണ് കേട്ടോ. ചെറുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ ചെറുതാണ്, പക്ഷേ ഒരുപാട് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ കുട്ടികൾക്ക് രണ്ടുപേർക്കും വെള്ളയാണ് കേട്ടോ ഞങ്ങൾക്ക് എടുക്കേണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് മോഡൽസ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒക്കെ ഞങ്ങൾ പഴയ മോഡലായിട്ടാണ് കേട്ടോ കണ്ടത്. പിന്നെ ഇതാണ് കാണിച്ചു തന്നത്, ഭയങ്കര ഹെവി ആയിരുന്നു. ഇപ്പോൾ നിക്കാഹിനൊക്കെ ഇപ്പോഴത്തെ ഒരു മോഡൽ വെച്ചിട്ട് ഇപ്പോഴത്തെ ചെക്കന്മാരൊക്കെ ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഫോട്ടോസ്. കുർത്തയുടെ മുകളിലുള്ള കോട്ടൊക്കെ വരുന്ന ഓവർ കോട്ട് ഇടുന്ന ഒരു ടൈപ്പ് ഇതായിരുന്നു കേട്ടോ. പിന്നെ അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് തന്നെ കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി ക്ലോത്തുകൾ ഉണ്ടായിരുന്നു. കോട്ടിൻ്റെയൊക്കെ കല്യാണത്തിൻ്റെ അന്നൊക്കെ ഇടാൻ പറ്റുന്നതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് അവിടെയുള്ള മെറ്റീരിയലൊക്കെ ഒന്ന് കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ എന്താണെന്ന് ഞാൻ പോകെയുള്ള വീഡിയോസിലെല്ലായാലും നിങ്ങൾക്ക് കാണിക്കാം. പിന്നെ ഇത് ജസ്റ്റ് തുണികളാണ് കേട്ടോ. ഇതൊക്കെ ക്ലോത്താണ്. ഞാൻ വൈറ്റ് തുണി എടുക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് നല്ല ഹെവി ഉള്ളതാണ് കേട്ടോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഹെവി മെറ്റീരിയൽ ആകുമ്പോൾ കുട്ടികൾക്ക് അത്ര വലിയ ഒരു കംഫർട്ടബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം വെയിറ്റ് ഉണ്ടാകുമ്പോൾ ഒരു ചെറിയൊരു ചൊറിച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ ഇതിൻ്റെ വർക്കിൻ്റെ ഒരു ഇത് പിന്നിൽ കുട്ടികളുടെ ശരീരത്തിൽ തട്ടുമ്പോൾ. അപ്പോൾ ഞങ്ങൾ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ മച്ചും മോനും അവരുടേതായ ബിസിയിലായിരുന്നു. കാരണം മച്ചുവിന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യാൻ വരില്ല കേട്ടോ. കവറൊക്കെ ഇട്ടിട്ട് മുഖത്തിട്ടിട്ട് മോനുവിനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അവന്. മോന് പിന്നെ ഈ സ്റ്റിക്കറിന് ഒരു ഭ്രാന്തുള്ള ഒരാളാണ് കേട്ടോ. ഏത് കടയിൽ പോയി കഴിഞ്ഞാലും സ്റ്റിക്കറുകൾ പെറുക്കിയും കൊണ്ട് നടക്കും. അത് പോകുന്ന സമയത്ത് മേടിച്ചിട്ട് വലിച്ചെറിയൽ വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. പിന്നെ മച്ച് വീഡിയോക്ക് ഹായ് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഹായ് കാണിക്കുന്നതാണ്, നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ വരുമ്പോൾ അവനെ നമ്മൾ വെറുതെ ഒന്ന് എൻ്റർടൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ശല്യം ചെയ്യില്ല. ഒരുപാട് ക്ലോത്ത് നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ ഒരു ക്ലോത്താണ് എടുത്തിട്ടുണ്ടായിരുന്നു. ഫൈനലായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ചെറിയൊരു ത്രെഡ് വർക്ക് ഉണ്ട്. അതുമേ ചെറുതായിട്ടൊരു ലേസൊക്കെ വരുന്നൊരു മോഡലാണ്. ശരിക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോയെന്ന് അറിയില്ല വീഡിയോസിൽ. അപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടായിരുന്നില്ലേ, ബുദ്ധിമുട്ടുണ്ടല്ലേ കുട്ടികൾക്ക് എന്ന്. കാരണം അതിൻ്റെ ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു പഞ്ഞി പോലെയുണ്ട്. അതുകൊണ്ട് കുട്ടികൾ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ സ്റ്റിച്ച് ചെയ്തിട്ടാലേ ഞങ്ങൾക്ക് അറിയുള്ളൂ. പിന്നെ ഞങ്ങൾ കപ്പട ബസാർക്ക് എത്തിയിട്ടോ. അഹമ്മദ് നഗറിൽ കപ്പട ബസാർക്കാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത്. കപ്പട ബസാറിൽ ഈ ഒരു ഏരിയക്ക് വന്ന സമയത്ത് ഞങ്ങൾ ഉള്ളിലോട്ട് കയറിയപ്പോൾ സത്യം പറഞ്ഞാൽ വഴി പെട്ടെന്ന് തെറ്റിപ്പോയിരുന്നു കേട്ടോ. ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പായിരുന്നു. ഞങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകാമെന്ന് അറിയില്ല. കാരണം മുന്നോട്ട് പോകാൻ അറിയില്ല എന്നല്ല, ഞങ്ങൾ പൊതുവേ വരാറുള്ളത് വേറൊരു വഴിയിലോട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ഒരു കടയിൽ ആദ്യം ഈ തുണിയുടെ കടയിൽ കയറിയത് കാരണം ഞങ്ങൾക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് വന്ന് പെട്ടത് ഈ ഒരു വഴിയിലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നേരെ പോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഷോപ്പുകളാണോ എന്നും അറിയില്ല. പിന്നെ നേരെ റോഡിലോട്ട് നമ്മൾ ചാടുമെന്ന് നമുക്കറിയില്ല. റോഡിലോട്ട് ചാടും മീൻസ് മെയിൻ റോഡിലോട്ട് എത്തുമെന്ന് നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഒന്ന് രണ്ട് ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഒരാളാട്ടോ ഞങ്ങൾക്ക് വഴി പറഞ്ഞത് ഈ റോഡിൽ തന്നെ ഇരുന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. റോഡിൽ തന്നെ ഇരുന്നിട്ട് മീൻസ് ഈ കടയിൽ നിന്ന് എടുക്കുന്ന മെറ്റീരിയൽ നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അയാൾ സ്റ്റിച്ച് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഞങ്ങൾ മെയിൻ റോഡിലേക്ക് വന്നു. മെയിൻ റോഡിലേക്ക് വന്നു കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ഉള്ള റോഡിലേക്ക് തന്നെ ഉണ്ടോ പിന്നെയും പോകേണ്ടത്. കാരണം ഞങ്ങളൊരു പർദ്ദ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. പർദ്ദയുടെ ഷോപ്പ് അങ്ങനെ എല്ലായിടത്തൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചില ഏരിയകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ പർദ്ദയുടെ ഷോപ്പുകളൊക്കെ. പിന്നെ മോഡേൺ ആയിട്ടുള്ള വെയറുകളൊക്കെ കാരണം കൂടുതലുണ്ടാവുക. അപ്പോൾ ഞങ്ങളിതാ ഈ ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ വന്നത്. ഇതൊരു വീടിൻ്റെ തന്നെ തൊട്ട തന്നെയാണ് കേട്ടോ ഈ ഒരു ഷോപ്പ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഷോപ്പിലോട്ട് പർദ്ദ ഇതാക്കാൻ വേണ്ടിയിട്ട് വന്നു. ഒരുപാട് പർദ്ദകളുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് മോഡൽ പർദ്ദകളുണ്ടായിരുന്നു. പക്ഷേ ഒന്നും നമുക്ക് അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല മീൻസ് ഉദ്ദേശിച്ചത് ഇമ്മാക്കായിരുന്നു കേട്ടോ പർദ്ദ എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നത്. പറ്റ സിമ്പിളായതായിരിക്കും കാണിച്ചത്, അല്ലെങ്കിൽ പറ്റ ഹെവി ആയിരിക്കും കേട്ടോ കാണിച്ചു തരിക. അങ്ങനെയുള്ള ഈ രണ്ട് മോഡലേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സെമിയിലൊന്നും വരുന്നതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടുന്ന് പോന്നു. പിന്നെ നേരെ ഞങ്ങൾ റോഡ് സൈഡിലുള്ള ചെറിയ ചെറിയ കടകൾക്കാണ് കേട്ടോ വന്നത്. പിന്നെ നല്ല ക്രോപ്പ് ടോപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഈ കോളേജ് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ നല്ല നല്ല ടീഷർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയിലുള്ള തന്നെയായിരുന്നു കേട്ടോ കാണാനൊക്കെ. നല്ലൊരു സോഫ്റ്റുമാണ്. ഒരുപാട് മോഡലുണ്ടായിരുന്നു, പല ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറിലുള്ളത്. പിന്നെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ റോട്ടിൽ തന്നെ. ഇപ്പോൾ ചെറിയ ചെറിയ കുട്ടികളുടെ സാധനങ്ങൾ, അതുപോലെ തന്നെ ചെരുപ്പുകൾ നോക്കണമെന്നുണ്ടായിരുന്നു. പെട്ടെന്ന് സത്യം പറഞ്ഞാൽ മറന്നുപോയി. ഈ ഒരു വീഡിയോ ഞാൻ വീട്ടിൽ വന്നിട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്തായിരുന്നു കേട്ടോ ചെരുപ്പ് നോക്കുന്ന ഒരു കാര്യം ഞാൻ എൻ്റെ മൈൻഡിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പക്ഷേ ഡ്രസ്സിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഡ്രസ്സിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ നല്ലൊരു ഡ്രസ്സായിരുന്നു എനിക്ക് വേണ്ടത്. ഒരു ആവറേജ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു ക്യാരി ബാഗ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ജത്രയ്ക്ക് പോയൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ വീഡിയോയിലും ഉണ്ടായിരുന്നു ഇതുപോലുള്ള ബാഗൊക്കെ. അന്ന് ഞാനൊരു ബാഗ് കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ അന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് വീട്ടിൽ വന്ന സമയത്തായിരുന്നു അങ്ങനെ ഒരു ബാഗ് മേടിച്ചാൽ മതിയായിരുന്നു എന്നുള്ളൊരിത് മനസ്സിൽ തോന്നിയത്. പക്ഷേ ഒരുപാട് ലേറ്റായി പോയി. നമുക്ക് ജത്ര ലാസ്റ്റ് ഡേയുടെ അന്നായിരുന്നു കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പോയപ്പോൾ.
അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു ഏരിയ ആണ് കേട്ടോ, ഫുള്ള് ഷോപ്പുകളായിരിക്കും, മെയിൻ റോട്ടിൽ തന്നെയാണ് കേട്ടോ അത്. പിന്നെ മോനുവിന് പിന്നെ പെട്ടെന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാലൊക്കെ ദാഹിക്കൂട്ടോ. വീട്ടിലാണെങ്കിൽ ഒരു തുള്ളി പച്ചവെള്ളം പോലും കുടിക്കാത്ത ഒരാളാണ്, പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് ദാഹിക്കൂട്ടോ. അപ്പോൾ കരിമ്പ് ജ്യൂസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. കരിമ്പ് ജ്യൂസ് ഇവർക്ക് രണ്ടുപേർക്കും കേട്ടോ മേടിച്ചത്. ഞങ്ങൾ ചെന്ന സമയമായിരുന്നു, അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും മേടിച്ച് കൊടുത്തു. അപ്പോൾ ഞാൻ മേടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഒട്ടും രസം ഉണ്ടായിരുന്നില്ല കേട്ടോ. കരിമ്പ് ജ്യൂസ് പകുതിയിൽ ബാക്കി പച്ചവെള്ളം പാർന്ന പോലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ മച്ചു അങ്ങനെ കുടിക്കാറില്ല കേട്ടോ കരിമ്പ് ജ്യൂസ്, അങ്ങനെ മധുരമുള്ളതിനോട് അത്ര വലിയ താല്പര്യം കാണിക്കില്ല. മിഠായി ഒക്കെ കഴിക്കും, അതുപോലെ തന്നെ കരിമ്പ് ജ്യൂസ് ഒന്നും അങ്ങനെ കുടിക്കലില്ല. അപ്പോൾ കരിമ്പ് ജ്യൂസ് കൊടുത്തപ്പോൾ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിതാ ബാഗ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ബാഗ് മേടിക്കണമായിരുന്നു എനിക്ക്, അപ്പോൾ ബാഗ് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ കാക്കു വന്ന സമയത്ത് തന്നെ കുട്ടികൾക്കൊക്കെ പറ്റിയ ബാഗ് ഉണ്ട് എന്നിട്ട് കാക്കു കാണിച്ചു തരുമായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, നല്ല ചെറിയ കുട്ടികളുടെ ബാഗുകൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ബാഗ് നോക്കിയിട്ടുണ്ടാകുന്നത് ഈ ഒരു ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഈ ഒരു ബാഗ് നല്ല ഭംഗിയുണ്ട്, ഒരു കൊട്ട പോലെയുള്ള ബാഗായിരുന്നു. ഷിപ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ നല്ലൊരു ഉള്ളിൽ ഇതുണ്ട് കേട്ടോ. ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്തോ അറിയില്ല, അതൊന്നും എഡിറ്റിങ്ങിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല ഭംഗിയുള്ള ബാഗായിരുന്നു കേട്ടോ. അപ്പോൾ മോനുവിന് കണ്ടതൊക്കെ മോനും സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു ലുക്ക് ഈ ഒരു ബാഗിൻ്റെ. പിന്നെ ചെറിയ കുറേ ബാഗുകൾ ഉണ്ടായിരുന്നു, ചെറിയ കുട്ടികൾക്ക് പറ്റിയത്. ഞാൻ ആ ബാഗ് ഇപ്പോൾ കാണിച്ചില്ല, ആ ബാഗ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോൾ അതിൽ ചെറിയൊരു അറ പോലും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു അറ മീൻസ് നമുക്കൊരു സീക്രട്ട് എന്നല്ല, ചെറിയ എന്തെങ്കിലുമൊക്കെ നമ്മുടെ എന്തെങ്കിലും ആധാർ കാർഡ്, ഐഡൻറ്റി കാർഡ് അതുപോലെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു അറ ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതല്ലേ. പക്ഷേ ആ ബാഗിൻ്റെ ഉള്ളിൽ അത് ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എനിക്ക് സംഭവം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ ഒരു കാരണത്താൽ എടുത്തില്ല ഞാൻ. പിന്നെ കുട്ടികളുടെ ചെറിയ ബാഗ്, നേരത്തെ കാണിച്ച ആ ബാഗിന് എന്തോ 100 രൂപ, ഈ ഒരു ബാഗിന് 50 രൂപയൊക്കെ ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതുപോലെയുള്ള ബാഗുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബാഗായിരുന്നു കേട്ടോ എനിക്കൊരു ആവശ്യം, ഫാൻസി ആയിട്ടുള്ള ഒരു ബാഗ്. മറ്റേ ബാഗ് ഞാൻ ജസ്റ്റ് കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അതുകൊണ്ട് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നം കാരണം അത് എടുത്തില്ല. ഈ ഒരു ബാഗ് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ, പക്ഷെ അത് ഭയങ്കര ചെറുതായിപ്പോയി. അപ്പോൾ ഞാൻ ഈ ഒരു ഷോപ്പിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഷോപ്പ് തന്നെ ഒരു ഏരിയയിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നല്ല മഴ പെയ്തു കേട്ടോ. നല്ല മഴ പെയ്തപ്പോൾ ഞങ്ങൾ കടയിൽ നിന്ന് മേലേക്ക് കയറിയിരുന്നു. ചെറുതായിട്ടൊരു ചാറന്മാരുടെ ഏഴും ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഇന്ന് റാവുരിയിൽ നിന്ന് അഹമ്മദ് നഗർക്ക് പോരാൻ അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് അവിടെയൊക്കെ റാവുരിയിൽ നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ദിവസം നോക്കിയിട്ട് സെലക്ട് ചെയ്തായിരുന്നു. പക്ഷെ നമ്മളല്ലേ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്, അതുകൊണ്ട് നല്ല മഴയായിരുന്നു കേട്ടോ അന്ന്. അവർ ഇവിടെ വന്ന സമയത്ത് ഞങ്ങളോട് പറഞ്ഞു, അവർ 3-4 ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണെന്ന്. അപ്പോൾ നമ്മൾ ഇറങ്ങിപ്പെട്ട ദിവസം ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇടങ്ങേറ് തോന്നി കേട്ടോ. കാരണം അവർ ഷോപ്പിലുള്ള എല്ലാ സാധനങ്ങളും നനഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം റോഡ് സൈഡിലുള്ള കടയിലുള്ള ആൾക്കാരുടെ മെയിനായിട്ടുള്ള ബുദ്ധിമുട്ട് ഇതാണ്, മഴയൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ആ കടയ്ക്ക് തന്നെ നമ്മൾ നേരത്തെ പോകുന്ന കടയിൽ നിന്ന് തന്നെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ മോഡൽ ബാഗുകളുണ്ട്. അവർ ഈ മഴ കാരണം ഉള്ളിൽ വെച്ച് കാരണം അവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ വലുതുണ്ടോ ചെറുതുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഞങ്ങളെ വിളിച്ചിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്ര വലിപ്പമുള്ള ഇങ്ങനെ ഒരു ബാഗായിരുന്നു കേട്ടോ എനിക്കും ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നേരത്തെ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു കളറുള്ള ഈ ഒരു സിമെൻറ്റ് കളർ പോലെയുള്ള ഈ ഒരു കളറാണ് കേട്ടോ ഫൈനലാക്കിയത്. ഈ ഒരു കളർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു കളറ്. മോനുവിന് ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് ഒരുപാട് കളറുള്ള മിക്സ് ഉള്ള ഒരു കളറായിരുന്നു. എനിക്കത് ഇഷ്ടമായോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊരു എന്താ പറയുക, നമ്മളൊരു പ്രത്യേകമായിട്ടൊരു ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെക്കാൾ കൂടുതൽ നമ്മൾ ബാഗിനായിരിക്കും എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഇത് ഭയങ്കര ഒരു ഗ്ലേസിങ് ഉള്ള ഒരു ബാഗായിരുന്നു കേട്ടോ. അത് നല്ല ഒരു ഭംഗി ഉണ്ടായിരുന്നു, പക്ഷെ എന്താണെന്നറിയില്ല അത് അങ്ങോട്ട് പിടിച്ചില്ല കണ്ണിൽക്ക്. പിന്നെ ഇതിലിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാ ബാഗുകളും എടുത്തിട്ട് ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ചതുരത്തിലുള്ള ഒരു ബാഗായിരുന്നു കേട്ടോ കാക്കൂന് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ആളുകൾ ഇങ്ങനെ വന്നിട്ട് ഒരുപാട് കാണിച്ചു കൊടുക്കുന്ന ഒരു സമയം അല്ലേക്കാരം, അതുകൊണ്ട് എല്ലാതും ഓപ്പൺ ആക്കിയിട്ട് അതൊക്കെ ഭയങ്കര ഇതായിട്ട് അതിൻ്റെ ഗിൽട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എടുത്തില്ല കേട്ടോ, അത് എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2ാം വരി അതൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷമായിരുന്നു പിന്നെ അത് കാണിച്ചു തന്നിട്ടുണ്ടാകും. പിന്നെ നമുക്ക് കൺഫ്യൂഷൻ ആവുമല്ലോ വേറെ നമ്മൾ കാണിച്ചു തരുമ്പോൾ, പിന്നെ ഇട്ട് നോക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ പിന്നെ അവസാനം എല്ലാതും ഒരുപാട് നേരം നോക്കിയതിന് ശേഷം തീരുമാനിച്ചത് ആ പഴയ ബാഗ് തന്നെയാണ്. ഞാൻ എടുക്കാമെന്ന് തീരുമാനിച്ച ആ ഒരു ബാഗ് തന്നെ എടുത്തു കേട്ടോ. പൊതുവേ നമ്മൾ അങ്ങനെയല്ലേ പറയുക, ഫസ്റ്റ് നമ്മൾ എടുത്ത ബാഗ് ഏതാണോ അത് തന്നെയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ വലിച്ചിട്ടെങ്കിലും എടുത്തത് അത് തന്നെയായിരുന്നു. പിന്നെ ആകെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇതെടുക്കണോ പിന്നെ സിമൻറ്റ് കളർ എടുക്കണോ റോസ് കളർ എടുക്കണോ. പൊതുവേ എനിക്ക് ലൈറ്റ് റോസ് അതുപോലെ റോസിനോടൊന്നും അത്ര വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ സിമൻറ്റ് കളർ തന്നെ എടുത്തു കേട്ടോ. കാക്കു പറഞ്ഞു എൻ്റെ ഇഷ്ടത്തിന് ഏതാണെന്ന് വെച്ചാൽ എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു സിമൻറ്റ് കളർ ഫൈനലാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ റണ്ണിങ് മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഷോപ്പിലേക്ക് വന്നത്. റണ്ണിങ് മെറ്റീരിയൽ പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന തുണി കേട്ടോ. ഈ ഒരു ക്ലോത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. മീറ്ററിന്
അവിടെ 3 മീറ്ററാണെന്ന് തോന്നുന്നു. 3 മീറ്ററായിട്ട് അവിടെ തുണി ഇട്ടിരിക്കുന്നു കേട്ടോ. 3 മീറ്ററിന് 100 രൂപ വെച്ചിട്ടാണ് കേട്ടോ അവിടെ കിടക്കുന്നത്. പിന്നെ ഒരുപാട് മെറ്റീരിയൽ ഉണ്ടാകും. നമ്മളെ മാക്സി മെറ്റീരിയൽ, നമുക്ക് ചെറിയ ചെറിയ കുർത്താസ് അടിക്കാൻ പറ്റുന്നത്, കുട്ടികളുടെ മെറ്റീരിയൽ, പിന്നെ നമ്മുടെ കോട്ടൻ്റെ ചുരിദാറുകളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ മെറ്റീരിയൽ, എല്ലാ മെറ്റീരിയലും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഞാൻ റണ്ണിങ് മെറ്റീരിയലിൽ ഒരു ഷാൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഷാള് എനിക്ക് ഷിഫോണിൽ നല്ലൊരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ഷാൾ വേണമെന്നായിരുന്നു കേട്ടോ. ഷാൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നാൽ മീൻസ് നമ്മൾ കടയിൽ നമ്മളെ നാട്ടിലൊക്കെ 120 രൂപയാണെന്ന് തോന്നുന്നു. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഒരുപാട് ഐക്കൺ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ 40-80 രൂപയൊക്കെയാണ് കേട്ടോ. നല്ല ഒന്നുകൂടി കട്ടിയുള്ളതിന് 80 രൂപ അല്ലെങ്കിൽ 40 രൂപയാണ് വരാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കളർ ഉണ്ടായിരുന്നില്ല. അതാ ഈ ഒരു വെള്ള ഇത് കാണിച്ചു തരുന്നതിൽ ഈ ഓറഞ്ച് പൂവുണ്ടല്ലോ ആ ഒരു കളറിലുള്ള ഷാളായിരുന്നു കേട്ടോ എനിക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതായിരുന്നു. പിന്നെ നാട്ടിലൊക്കെ വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് എടുക്കാം. ഇപ്പോൾ നമുക്ക് എടുക്കുന്ന ഒരു ആവശ്യമില്ല എന്ന് വിചാരിച്ചപ്പോൾ കാക്കു പറഞ്ഞു ഇനി നമ്മൾ വരുമല്ലോ അപ്പോൾ നമുക്ക് എടുക്കാമെന്ന്. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. ഇനി നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഇടങ്ങാറാവട്ടോ. നമ്മൾ റൂമിൽ ഇങ്ങനെ കൊണ്ടുപോയി വെക്കാറുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടല്ല. പിന്നെ ആ ഷോപ്പിൽ തന്നെ ഉള്ള ഷറാറകളാണ് കേട്ടോ. അത് ചെറിയ കുട്ടികളുടേത്, വലിയവരതൊക്കെ ഉണ്ടായിരുന്നു. വലിയവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഒന്നും ഏജിലുള്ള ആൾക്കാർക്ക് ഉണ്ടായിരുന്നില്ല. ഒരു 10-15 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 500-600 അങ്ങനെയൊക്കെ റേഞ്ചിൽ വരുന്ന ഡ്രസ്സുകളായിരുന്നു. ചെറിയ കുട്ടികളുടേത് 500 എന്ന് പറയുമ്പോൾ എനിക്ക് അത്ര ഒരു ലാഭമായിട്ട് തോന്നിയില്ല. അത്ര വർക്കൊന്നും ഉണ്ടായില്ല. പക്ഷേ വലിയ കുട്ടികളുടെയൊക്കെ നല്ല വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മോനുവിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു പച്ച ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമായിട്ടാണ് കേട്ടോ. ഞാൻ പുറത്ത് വെച്ചത് കണ്ടിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് അതിൻ്റെ സൈസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നു എന്ന് പറഞ്ഞാൽ വഴിയിൽ സത്യം പറഞ്ഞാൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പെരും മഴയായിട്ടോ. പിന്നെ ഈ ഒരു ഷോപ്പിൻ്റെ അരിയിലാണ് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ ഈ ഒരു ഡ്രസ്സൊക്കെ ഇങ്ങനെ പുറത്ത് മഴ കൊണ്ട സമയത്തേക്ക് ഭയങ്കര ഇടങ്ങേറ് തോന്നിയിട്ടോ. അപ്പോൾ അയാൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊക്കെ കേട് വന്ന സാധനം, അങ്ങനെ മഴ കൊണ്ടാലും വെയിലുണ്ടായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഇട്ടതായിരുന്നു. പിന്നെ മൊത്തം വെള്ളമായിട്ടോ. മൊത്തം വെള്ളത്തിൽ കൂടെ തന്നെയായിരുന്നു പിന്നെയുള്ള യാത്ര മൊത്തം. പിന്നെ ഈ ഒരു കടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു പർദ്ദ നോക്കാൻ വേണ്ടിയിട്ട്. ഈ പർദ്ദ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ പർദ്ദ എടുത്തപ്പോൾ പിന്നെ ഉണ്ടായിരുന്നു 1-2 തവണ ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു വർക്ക് പോരുമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ ഈ ഒരു പർദ്ദയാണ് കേട്ടോ നമ്മൾ നോക്കിയിട്ട് ഇട്ട് നോക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഈ ഒരു പർദ്ദയാണ് കേട്ടോ ഫൈനലായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുട്ടികൾക്ക് ഈ ഒരു പർദ്ദ എടുത്ത കടയിൽ നിന്ന് തന്നെ തലയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കവറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു മഴ ഉണ്ടാവും എന്നുള്ളൊരു പ്ലാന് പോലും ഇല്ലാതെയായിരുന്നു കേട്ടോ ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. മഴ വന്ന കുട്ടികളുടെ തലയിൽ ഇട്ട് കൊടുക്കാനുള്ള ഒരു കവർ പോലും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് വന്നു കടയിൽ. ഒരുപാട് ഡ്രസ്സ് കാണിച്ചു തന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനും. ഒക്കെ സീവ്ലെസ് ആയിരുന്നു. പിന്നെ കൈ വെക്കാനുള്ള ക്ലോത്തും ചെറിയ ക്ലോത്തായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഒരുപാട്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഡ്രസ്സ് നോക്കി നോക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡ്രസ്സിൻ്റെ മോഡൽ ഒരുപാട് എടുത്ത് കാണിച്ചു തന്നതാണ്. ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഒരു വെള്ള വർക്ക് വരുന്നത്. പക്ഷേ കയ്യിൻ്റെ ഒരു പ്രശ്നം കാരണം എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് പറഞ്ഞാൽ കൈ ഉണ്ടായിരുന്നു, അപ്പോൾ തീരെ കനം ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഇട്ടാലും നമ്മളെ ദേഹം മൊത്തം കാണുന്ന രീതിയിലായിരുന്നു. പിന്നെ കുട്ടികൾക്ക് ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ കടയിൽ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ചെരുപ്പ് എടുത്തില്ല. ചെരുപ്പ് എടുക്കാതെ പോന്നു എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ദൂരം ഇനിയും നമ്മൾ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല മഴയും കാരണം ഏകദേശം ഒരു 3-4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ തങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പരിപാടികളൊന്നും നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് പെട്ടെന്ന് പോന്നു കേട്ടോ. അവർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയത് കാരണം കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പരാഗക്ക് വന്നു കേട്ടോ. ഈ ഒരു പരാഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ചെപ്പശ്ശേരി, പെരിന്തൽമണ്ണ, പട്ടാമ്പിയൊക്കെ ഉണ്ട് പരാഗ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും പരാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർ തന്നെയാണ് കേട്ടോ അത്. ഞങ്ങൾ ആദ്യം ഇവിടെ വന്ന സമയത്ത് അവർ പെട്ടെന്ന് നമ്മളോട് മലയാളം പറഞ്ഞ സമയത്ത് നമ്മൾ ആകെ അന്തം വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഷാള് ഈ ഒരു കടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അഹമ്മദ് നഗറിൽ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഹോട്ടലായിട്ട് വരിക, ഖുറൈശി എന്ന് പറഞ്ഞാൽ. ഇവിടെ ഒരുപാട് അടിപൊളിയായിട്ടുള്ള ഫുഡ് ഉണ്ട് കേട്ടോ. നല്ല കബാബും എന്തൊക്കെയാണെന്ന് സത്യം പറഞ്ഞാൽ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. നമ്മളെ നാട്ടിൽ പറയുന്ന പേരുകളൊന്നും ആവില്ല ഇവിടെ പറയുക, വേറെ എന്തൊക്കെയായിരിക്കും. ഒരുപാട് നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെയാണ് കേട്ടോ. ഇവിടെ തന്നെയാണ് കേട്ടോ അധികം കഴിക്കാറ്. ഇതിന് മുന്നേ വേറൊരു കടയിൽ നിന്നായിരുന്നു ആദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കട ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടാണ്. അത് എന്തുകൊണ്ടായതാണെന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഈ ഒരു കടയിൽ നിന്നാട്ടോ ഞങ്ങൾ ഫുഡ് കഴിച്ചത്. അപ്പോൾ അവിടെയുള്ള കുറച്ച് ഫുഡുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മൾ കയറി വരുന്നതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ. നമ്മളൊക്കെ അവിടെ കിച്ചണ് ഉള്ളിലായിരിക്കും. ഇത് റോഡിൽ തന്നെ ഇരുന്നിട്ടാണ് ഇവർ ഫുഡ് ഉണ്ടാക്കുന്നത്. പിന്നെ ഉള്ളിലാണ് നമ്മൾ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുക. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മോനിന് ഷവർമ ആണെന്നിട്ട് ഷവർമ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാക്കു ചപ്പാത്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് വിശന്ന സമയത്ത് ഫുഡ്, അതായത് റൈസ് ഉള്ള എന്തെങ്കിലും ഫുഡ് കിട്ടണം, അത് നിർബന്ധമാണ്. അല്ലെങ്കിൽ എനിക്ക് തലയിറ്റലൊക്കെ തുടങ്ങും. അപ്പോൾ നമ്മൾ ബിരിയാണി ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ബിരിയാണിക്ക് ചാറ് കിട്ടും കേട്ടോ നമുക്ക് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഷവർമ ഓർഡർ ചെയ്തത്, ഷവർമ ഭയങ്കര ഒരു സ്വീറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് അത്ര സ്വീറ്റായിട്ട് കഴിക്കുന്നതിനോട് അത്ര വലിയ താല്പര്യമില്ല.
അപ്പോൾ മോനു അത് വേണമെന്ന് പറഞ്ഞ് മേടിച്ചെങ്കിലും മോന് സത്യമായിട്ട് അത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങുന്ന സമയത്താണ് കേട്ടോ അത് കണ്ടത്. ഒരു ബീഫിൻ്റെ സ്റ്റിക്കാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഇനി എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനായിട്ട് ഇവിടെ വരും. അപ്പോൾ പിന്നെ ഇനി മേടിക്കാമെന്ന് വിചാരിച്ചു, കാരണം ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ വയറ് ഫുള്ളായിട്ടാണ് നമ്മൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാതെ വരേക്കും ബൈ.